പക്ഷേ സാറ് പറഞ്ഞത് വളരെ കറക്റ്റാണ്. പക്ഷെ അതിന്റെ പ്രോബ്ലം എന്താ വെച്ച് കഴിഞ്ഞാല് ഈ കുട്ടികള് വീട്ടിൽ നിന്ന് കൈവിട്ടു പോയി. പിന്നെ അവര് ഭാവിയിലെ തലമുറ, ഭാവിയിലെ ഭരണകർത്താക്കളും പോലീസുകാരും ആവേണ്ട ആളുകളാണ് ഈ കുട്ടികൾ. അപ്പൊ അവര് മയക്കുമരുന്നിന്റെ കൂടെ പോയി അത് ഡ്രഗ് അഡിക്റ്റ് ആയി കഴിഞ്ഞാൽ പിന്നെ നമ്മളെ രാജ്യത്തിന്റെ ആകെ കുഴപ്പത്തിലാവുമല്ലോ. അപ്പൊ അതിന്റെ ഒരു ദീർഘവീക്ഷണത്തിലുള്ള ഒരു രീതിയിലാണ് അത് ഈ ജഡ്ജ്മെന്റ് എന്നാണ് മനസ്സിലാകുന്നത്. മാത്രമല്ല ഈ കുട്ടികള് വീട്ടിലും അനുസരണ കുറവ് വരുന്നുണ്ട്. ഇപ്പൊ ഈ എന്താ പറയാ സെൽഫോൺ അഡിക്ഷനും വരുന്നുണ്ട് ഇവർക്ക്. മൊബൈൽ ഫോൺ അഡിക്ഷനും പിന്നെ ഈ മാഫിയ പോലുള്ള ആളുകൾ ഇവരെ മയക്കുമരുന്നിന്റെ വലയത്തിലും ആക്കുന്നുണ്ട്. പിന്നെ അധ്യാപകരോട് പഴയ മാതിരിയുള്ള റെസ്പെക്ട് ഇല്ല ഇപ്പൊ കുട്ടികൾ. പണ്ട് ഗുരുകുല സിസ്റ്റത്തില് ഒക്കെ ഭയങ്കരമായ, ഞാനിപ്പോ ആന്ധ്രയിലൊക്കെ വർക്ക് ചെയ്ത സ്ഥിതിക്ക് അവിടെയൊക്കെ എപ്പോഴും അധ്യാപകരോട് ഭയങ്കര ഒരു അൺലിമിറ്റഡ് സ്നേഹവും റെസ്പെക്റ്റാണ്. ഈ ബഹുമാനം, സ്നേഹം നിറഞ്ഞ ബഹുമാനം ഉണ്ടല്ലോ, അതാണല്ലോ. അതായത് ക്ലാസ്സിലേക്ക് വരുമ്പോൾ ചിലപ്പോൾ കാല് തൊട്ട് വന്ദിക്കും കുട്ടികൾ. പിന്നെ ടീച്ചേഴ്സ് ഡേറ്റ് അന്നൊക്കെ ഒരുപാട് കൾച്ചറൽ ആയിട്ടുള്ള ആക്ടിവിറ്റി, കുറെ കാര്യങ്ങളുണ്ട്. കുറെ ഒരു ചടങ്ങുണ്ട് ഈ കുട്ടികള്. പിന്നെ അവിടുത്തെ ഒരു ഹിന്ദു, നമ്മളെ ഒരു ഭാരതീയ സംസ്കാര പ്രകാരം പിന്നെ അധ്യാപകന്റെ കാല് തൊട്ട് വന്ദിക്കുന്നു. പിന്നെ കുറച്ച് അരി ഉണ്ടാവും കയ്യിൽ. ഈ അരി കുട്ടികളെ മഞ്ഞളൊക്കെ തേച്ച് അങ്ങനെയൊക്കെ ഉള്ള ഒരു അവസ്ഥ. അങ്ങനെ ഒരു കൾച്ചറൽ ആയിട്ടുള്ള കുറെ ആക്ടിവിറ്റീസ് ഉണ്ട്. എന്നിട്ട് കുട്ടി നമ്മളെ കയ്യിൽ കുറച്ച് അരി തരും. എന്നിട്ട് ഈ അരി കുട്ടികളുടെ തലയിൽ മെല്ലെ വിതറും. അങ്ങനെയൊക്കെയുള്ള പിന്നെ അത് ഈ ഗുരുവന്ദനത്തിന്റെ ഭാഗമായിട്ട്. അപ്പൊ അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പൊ നമ്മളെ കേരളത്തിൽ അതൊക്കെ കൈവിട്ട് പോയിട്ടുണ്ടെന്നാണ് മനസ്സിലാകുന്നത്. ഇവർക്ക് ആരോട് റെസ്പെക്ട് ഇല്ല. കുട്ടികൾക്ക് രക്ഷിതാക്കളോട് റെസ്പെക്ട് ഇല്ല, ടീച്ചേഴ്സിനോടില്ല, സമൂഹത്തിനോട് തീരല്ല. പിന്നെ ഈ എന്താണ് പറയുക, ഈ കൾച്ചറൽ ഗ്യാതറിംഗ് ഇല്ല, പൊളിറ്റിക്സിൽ താല്പര്യമില്ല. അപ്പോ ഒന്നിനും താല്പര്യമില്ലാത്ത ഒരു കുട്ടികൾ. അപ്പോ അതിന്റെയൊക്കെ ഭാഗമാണെന്ന് ഇതെല്ലാം മനസ്സിലാകുന്നത്. അപ്പോൾ എന്തായാലും ഞാൻ ഇന്നലെ ഇട്ട വീഡിയോക്ക് വളരെ പ്രസക്തമായ ഒരു കമൻ്റാണ് ഞാനിപ്പോൾ നിങ്ങളെ കേൾപ്പിച്ചത്. അതനുസരിച്ച് ഞാൻ ഇട്ട വീഡിയോ മയക്കുമരുന്നിനെ കുറിച്ചിട്ട്, അത് ഇല്ലാതാക്കുന്നതിനെ കുറിച്ചാണെങ്കിൽ പോലും അധ്യാപകൻ വടിയുമായി ക്ലാസ്സിൽ വന്നാൽ ഈ പ്രശ്നം തീരും എന്ന് വിചാരിക്കുന്നത് ശരിയല്ല. യഥാർത്ഥത്തിൽ മയക്കുമരുന്ന് എന്നത്, അല്ലെങ്കിൽ ഈ പറഞ്ഞ റെസ്പെക്റ്റ് ഇല്ലായ്ക എന്നത് സാമൂഹ്യ പ്രശ്നങ്ങളാണ് എന്നാണ് എൻ്റെ അഭിപ്രായം. ഈ സാമൂഹ്യ പ്രശ്നങ്ങളുടെ ഒരു മഞ്ഞുമലയുടെ കടലിന് മേലേക്കുള്ള ചെറിയ തുമ്പ് പോലെയാണ് യഥാർത്ഥത്തിൽ ഈ പ്രശ്നങ്ങളൊക്കെ. അദ്ദേഹം പറഞ്ഞ, അതായത് അഷ്റഫ് സാറ് പറഞ്ഞ പ്രശ്നങ്ങളുടെ പരിഹാരം സ്കൂളിലല്ല ഉള്ളത്. സ്കൂൾ എന്നത് ഒരു കറക്റ്റീവ് മെഷറല്ല. അതായത് ജയിൽ പോലെ അല്ല. ജയിലുള്ള ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം അവർ കറക്റ്റീവ് മെഷേഴ്സ്, അല്ലെങ്കിൽ അവരെ നിർഗുണ പരിഹാരം നടത്താനുള്ള ഒരു പ്രത്യേക സ്ഥലമാണ് ജയിൽ. അതുപോലെയല്ല യഥാർത്ഥത്തിൽ നമ്മുടെ വിദ്യാഭ്യാസം വേണ്ടത്. കാരണം വിദ്യാർത്ഥി അല്ലെങ്കിൽ മനുഷ്യ കുഞ്ഞ് എന്ന് പറഞ്ഞത് അനന്ത സാധ്യതകളുള്ള ഒരു യന്ത്രവുമായിട്ടാണ് അവൻ സ്കൂളിലേക്ക് വരുന്നത്. എന്താണത്? മനുഷ്യ മസ്തിഷ്കം. ഈ മസ്തിഷ്കത്തിന് അവന് പറ്റിയ രീതിയിലുള്ള, അവൻ്റെ ശേഷികൾക്കനുസരിച്ച രീതിയിലുള്ള വികാസം കൊടുക്കുക എന്നുള്ളതായിരിക്കണം ഒരു പൗരനാണ് ആയി ഭാവിയിൽ സമൂഹത്തിന് ഉപകാരം ചെയ്യേണ്ടവനാണ്
ഈ വിദ്യാർത്ഥി എന്ന് ബോധ്യമുള്ള ഒരു ജനാധിപത്യ പരമാധികാര രാജ്യത്തെ ലക്ഷ്യം. അത് ആണോ ഇന്ന് നമ്മുടെ സ്കൂളുകളിലുള്ളത്? മാത്രമല്ല, ഇദ്ദേഹം ഈ പറഞ്ഞ പോലെ ഇന്ന് കുഞ്ഞുങ്ങൾക്ക് ബഹുമാനമില്ല. അത് ശരിയാണ്, കുഞ്ഞുങ്ങൾക്ക് ബഹുമാനം ഉണ്ടാവില്ല സാർ. കാരണം കുഞ്ഞുങ്ങൾക്ക് ഇതുകൊണ്ട് വല്ല കാര്യമുണ്ട് എന്നുള്ള തോന്നലുണ്ടാവണ്ടേ. നേരെ മറിച്ച് വെള്ളക്കാരൻ്റെ കാലത്ത് അങ്ങനെയല്ല. വെള്ളക്കാരൻ്റെ കാലത്ത് ഒറീസയിലെ പരമ്പരാഗതമായ എത്രയോ നൂറ്റാണ്ടുകൾ പ്രവർത്തിച്ചിരുന്ന ഒരു സർവകലാശാലയുടെ വിദ്യാപീഠത്തിലെ കുഞ്ഞുങ്ങളൊന്നായിട്ട് പിന്നെ അന്നത്തെ മദ്രാസ് ഗവർണർക്ക് ഒരു കത്ത് കൊടുക്കുന്നുണ്ട്. ഞങ്ങളിതൊക്കെ പഠിച്ചിട്ടൊരു കാര്യം ഉണ്ടാവില്ല, ഞങ്ങൾക്കൊന്നും ജോലി കിട്ടുന്നില്ല, അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് നിങ്ങളെ വിദ്യാഭ്യാസം മതി എന്ന് പറഞ്ഞിട്ട് അവർ ഒരു മെമ്മോറാണ്ടം ഒന്നായിട്ട് കൊടുക്കുന്നുണ്ട്. അവർക്കൊക്കെ ജോലി കിട്ടാൻ അത് ആവശ്യമായിരുന്നു. ജോലി എന്നത് വളരെ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. ഭാവി ജീവിതം കുരുപ്പിടിപ്പിക്കാൻ ഉള്ള മാത്രമല്ല, ചിലപ്പോൾ അധികാരങ്ങൾ നിലനിർത്താൻ ഒക്കെയുള്ള ഒരു പ്രധാന കാര്യമാണ് ജോലി. അത് അന്തസ്സും അധികാരമുള്ള ജോലിയാണ് കൂടുതൽ നല്ലത്. അങ്ങനെയുള്ളൊരു ചാൻസ് യഥാർത്ഥത്തിൽ വെള്ളക്കാരൻ്റെ കാലത്തുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവന് എന്തൊക്കെ ചെയ്താലും എങ്ങനെയെങ്കിലും ഇവിടുന്ന് പോയിട്ടുണ്ടെങ്കിൽ, ഇത് പഠിച്ച് പാസ്സായി പോയിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും ജോലി കിട്ടുന്നുള്ളതുണ്ടായിരുന്നു. ഒരു ജനാധിപത്യ രാജ്യത്ത് അതല്ല ആവശ്യം. ഓരോ കുഞ്ഞിൻ്റെയും ഒരു ജനാധിപത്യ രാജ്യം എന്നത് എന്താണ്, അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ജനാധിപത്യ രാജ്യം എന്നത് അവിടെയുള്ള പൗരൻ എന്നത് ഒരു അടിമ രാജ്യത്തെ അല്ലെങ്കിൽ കോളനിയിലെ ഒരു പ്രജയല്ല. പ്രജ എന്ന സബ്ജക്റ്റ്. ഈ സബ്ജക്ട്സ് എന്നാണ് വെള്ളക്കാരൻ നമ്മളെ വിളിച്ചിരുന്നത്. നമ്മളെ അഭിസംബോധന ചെയ്യുന്നത് സബ്ജക്ട്സ്. ആ സബ്ജക്റ്റിന് ആവശ്യമായ ഗുണങ്ങൾ എന്താണ്? ബഹുമാനപ്പെട്ട അവരുടെ മേലാളൻ പറഞ്ഞത് കേൾക്കുക, അനുസരണശീലം, യജമാന ഭക്തി, യജമാനൻ്റെ എല്ലാത്തിനോടും ഭക്തി, യജമാനൻ്റെ ഭാഷയോട് ഭക്തി, യജമാനൻ്റെ സംസ്കാരത്തോട് ഭക്തി, യജമാനൻ്റെ സാഹിത്യത്തോട് ഭക്തി. ഇങ്ങനെ യജമാനാണ് ഏറ്റവും നല്ലത് എന്ന ബോധം ഉണ്ടാക്കുക. അത് നന്നായിട്ട് അവരുണ്ടാക്കി. പക്ഷെ നമുക്ക് വിദ്യാഭ്യാസം കൊണ്ട് തന്നെ അവർ നമ്മളെ അങ്ങനെ ആക്കി. അങ്ങനെ ആക്കുക മാത്രമല്ല, അവർ പോയിട്ട് പോലും ഇപ്പോൾ 75 കൊല്ലം കഴിഞ്ഞു. അവർ പോയിട്ട് പോലും ആ ബോധം നമുക്ക് ഇന്നും നമ്മളിൽ കൂടുതൽ ശക്തമായി നിലനിൽക്കുന്നു. കൂടുതൽ ആൾക്കാർ എന്തിന് വിദ്യാഭ്യാസം ഇല്ലാത്ത കർഷക തൊഴിലാളിയുടെയും ചുമട്ട് തൊഴിലാളിയുടെയും മക്കൾ വരെ ഇംഗ്ലീഷ് മീഡിയത്തിൽ പഠിക്കുന്നത് സ്വപ്നം കാണുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. അതായത് ഓർക്കുക, നിങ്ങൾ ഇന്ത്യക്കാരെ
അടിമയാക്കിയത് വെള്ളക്കാരനല്ല, അല്ലെങ്കിൽ ബ്രിട്ടീഷുകാരനല്ല. ഈ മഹാപാപത്തിൻ്റെ മുനതിരിയുന്നത് ഇംഗ്ലീഷ് വിദ്യാഭ്യാസം ലഭിച്ച ഇന്ത്യക്കാരിലേക്കാണ് എന്നാണ് ഒരു 100 കൊല്ലം മുമ്പ് നമ്മുടെ പ്രിയപ്പെട്ട രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധി, അന്ന് മഹാത്മാഗാന്ധി ഒന്നും ആവുന്ന കാലത്ത് എഴുതിയത്. അദ്ദേഹം പരാമർശിച്ചത് ഭൗതികമായ അടിമത്തമല്ല ഉദ്ദേശിച്ചത്, മാനസികമായ അടിമത്തമാണ്. ഈ മാനസികമായ അടിമത്തത്തിൽ നിന്നുകൊണ്ടാണ് ഒരു പൗരൻ എന്ന് പറഞ്ഞാൽ ആരാണ്? രാഷ്ട്രത്തിൻ്റെ ഉടമയാണവൻ. ആ ഉടമ യഥാർത്ഥത്തിൽ ആര്, എന്ത്, എങ്ങനെ, എപ്പോ ഭരിക്കണം എന്ന് തീരുമാനിക്കുന്ന അതാണ് യഥാർത്ഥത്തിൽ ജനാധിപത്യ പരമാധികാര രാഷ്ട്രത്തിലെ പൗരൻ. അങ്ങനെയുള്ള പൗരനെ വാർത്തെടുക്കാൻ അതേ സാധനം ആണ് നമ്മളും ഇന്നും ഉപയോഗിക്കുന്നത്. ഈ കാര്യം പോലും നമ്മളെ ബഹുമാനപ്പെട്ട ഹൈക്കോടതി ജഡ്ജിക്ക് അറിയില്ല, അല്ലെങ്കിൽ ഹൈക്കോടതി ജഡ്ജി അത് പരാമർശിച്ചിട്ടില്ല. മാത്രമല്ല, ഹൈക്കോടതി ജഡ്ജിയുടെയൊക്കെ വിചാരം ഈ മയക്കുമരുന്ന് അല്ലെങ്കിൽ അനാശാസ്യ പ്രവണതകൾ, വിദ്യാലയങ്ങളിൽ ഉണ്ടാവുന്ന, ഹോസ്റ്റലിൽ ഉണ്ടാവുന്ന അനാശാസ്യ പ്രവണതകൾ, ഇതിനൊക്കെ കാരണം വിദ്യാർത്ഥികളാണെന്നാണ്. അല്ല, അത് സമൂഹത്തിൻ്റെ പൊതുവായ പ്രശ്നത്തിൻ്റെ ഒരു ബഹിർസ്ഫുരണം മാത്രമാണ്. അതിന് അധ്യാപകർക്ക് വടി കൊടുത്തതുകൊണ്ടോ, ക്ലാസ് റൂമിൽ അധ്യാപകൻ പഴയകാല ഒരു ഭീകരനായതുകൊണ്ടോ, നീ മാഷ് അതിലും വലിയൊരു ഭീകരനായതുകൊണ്ടോ ഒന്നും അത് മാറില്ല. അതിന് സമഗ്രമായ ഒരു ജനാധിപത്യ പരിസരത്ത് കുഞ്ഞിനും അധ്യാപകനും പഠിക്കാനുള്ള ഒരു അവസരമാണ് ഉണ്ടാവേണ്ടത്. പഠിക്കാനും പഠിപ്പിക്കാനല്ല. പഠിപ്പിക്കുക എന്നുള്ളത് ശരിയാണോ, ആ വാക്ക് ശരിയാണോ എന്നുള്ളത് എനിക്ക് സംശയമുണ്ട്. കുഞ്ഞ് പഠിക്കാൻ വേണ്ട അവസരങ്ങൾ ഒരുക്കുന്നവൻ, ഒരു ഫെസിലിറ്റേറ്റർ, അതാണ് അധ്യാപകൻ്റെ ധർമ്മം. അത് ചെയ്യുക എന്നുള്ളതാണ് അധ്യാപകൻ ചെയ്യേണ്ടത്. അതിന് പകരം പഴയ അതേ രീതിയിൽ കുഞ്ഞുങ്ങളെ ഭയപ്പെടുത്തി ഭീഷണി, അതൊന്നും ഒരു ജനാധിപത്യ രാജ്യത്ത് നടക്കില്ല മക്കളെ. ഒരു ജനാധിപത്യ രാജ്യത്ത് ഓരോ കുഞ്ഞിനും അന്തസ്സിലും അഭിമാനത്തിലും ജീവിക്കാമെന്ന ആത്മവിശ്വാസം, ആ ആത്മവിശ്വാസം ഉണ്ടാവാൻ എന്താ വേണ്ടത്? ഇതുവരെ ഇങ്ങനെ വിദ്യാഭ്യാസം ചെയ്ത കുഞ്ഞുങ്ങൾക്ക് ജോലി വേണം. ഇപ്പം തന്നെ നിങ്ങൾ നോക്കുക, ഈ ലോകത്ത് എത്ര ജോലി ചെയ്യാനുണ്ട്. ആ ജോലികൾക്കൊക്കെ കൃത്യമായ ഒരു ആസൂത്രണത്തോടു കൂടി എല്ലാവർക്കും ജോലി കൊടുക്കും. ആ ജോലി ചെയ്യുന്നതോടുകൂടി ഒരു വലിയ പ്രശ്നങ്ങളില്ലാത്ത ഒരു ഭാവി ജീവിതം ഉറപ്പുവരുത്തുകയും ചെയ്താൽ കുഞ്ഞുങ്ങൾക്ക് താല്പര്യമുള്ള വിഷയങ്ങളിൽ അവർക്ക് പ്രാഗൽഭ്യം നേടാനും
അത് വച്ചിട്ട് അവർക്ക് ജീവിതത്തിൽ, സാമൂഹ്യ ജീവിതത്തിൽ അവരുടേതായ പങ്ക് വഹിക്കാനും അവസരം ഉണ്ട് എന്ന തോന്നൽ നമ്മളെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാൻ കഴിയുമോ? അത് കൊടുക്കുകയാണെങ്കിൽ യാതൊരു സംശയം വിചാരിക്കേണ്ട, നമ്മളെ കുഞ്ഞുങ്ങൾ ചൈനയിലെ കുഞ്ഞുങ്ങളെ പോലെ തന്നെയാവും. അതിന് ഉത്തരോത്തരം മുന്നേറാനും അവർക്ക് താല്പര്യമുള്ള വിഷയങ്ങളിൽ നമുക്കൊന്നും ആലോചിക്കാൻ പറ്റാത്ത അത്ര മുന്നോട്ട് കുതിക്കാനും അവർക്ക് സാധ്യമാവും. അത് ഈ തലച്ചോറ് എന്ന് പറയുന്ന സാധനമുള്ള എല്ലാ മനുഷ്യർക്കും സാധ്യമായ ഒരു കാര്യം തന്നെയാണ്. പക്ഷേ അതിനു പകരം നമ്മളെ വെള്ളക്കാരൻ്റെ അതേ ടാക്ടിക്സ് നമ്മൾ ഉപയോഗിച്ചിട്ട് ഇങ്ങനെ രക്ഷപ്പെടാം, അത് അങ്ങനെ പ്രശ്നങ്ങൾ തീർക്കാം എന്ന് വിചാരിക്കുന്നത് ശരിയല്ല. അതിന് ഈ ഹൈക്കോടതി ജഡ്ജിമാർ പറഞ്ഞിട്ടും കാര്യമില്ല എന്നാണ് എൻ്റെ അഭിപ്രായം, വിനീതമായ അഭിപ്രായം. നമ്മൾ സമഗ്രമായി എന്താണ് ഒരു ജനാധിപത്യ പൗരൻ്റെ ഗുണങ്ങൾ, അഭിലഷണീയമായ ഗുണങ്ങൾ, അഭിലഷണീയമായ സ്വഭാവങ്ങൾ എന്തൊക്കെയാണ്, ആ ഗുണങ്ങൾ ഉണ്ടാക്കാൻ എന്തൊക്കെ പരിശീലന മുറകളാണ് നമ്മുടെ വിദ്യാലയത്തിൽ കൊടുക്കേണ്ടത്. ഇങ്ങനെ ആരെങ്കിലും നമ്മുടെ സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം വിദ്യാഭ്യാസത്തെക്കുറിച്ചിട്ട് ഗൗരവമായി ചിന്തിച്ചിട്ടുണ്ടോ? അത് ഈ സ്വഭാവ ഗുണങ്ങൾ ഒരു ആശ്രിതനായ, കോളനിയിലെ ആശ്രിതനായ പ്രജക്കും പരമാധികാര ജനാധിപത്യ രാജ്യത്തിലെ പൗരനും വല്ല വ്യത്യാസവുമുണ്ടോ? ഞാൻ ചോദിച്ചത്, ഒരു കോളനി യജമാനൻ അയാളുടെ കീഴിലുള്ള ആശ്രിതനായ സബ്ജക്റ്റിനെ, പ്രജയ്ക്ക് ആവശ്യമാണെന്ന് കരുതുന്ന സ്വഭാവ ഗുണങ്ങളും ഒരു പരമാധികാര ജനാധിപത്യ രാജ്യത്തെ ഉടമയായ പൗരനാവശ്യമായ സ്വഭാവ ഗുണങ്ങളും തമ്മിൽ വല്ല വ്യത്യാസവുമുണ്ടോ? രണ്ടുപേർക്കും ഒരേ ഗുണങ്ങളാണോ വേണ്ടത്? ഇനി അങ്ങനെ അല്ലെങ്കിൽ എന്തൊക്കെ ഗുണങ്ങളാണ് വിദ്യാഭ്യാസം കൊണ്ട് നമ്മുടെ പൗരന്, ജനാധിപത്യ പരമാധികാര രാജ്യത്തെ പൗരന് ഉത്കൃഷ്ടമായ ഗുണങ്ങൾ എന്തൊക്കെ, സ്വഭാവ ഗുണങ്ങൾ എന്തൊക്കെയാവണം? അതിന് പറ്റിയ വർത്തന വ്യതിയാനങ്ങൾ, അതിന് പറ്റിയ പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ്? ഇങ്ങനെ അടിസ്ഥാനപരമായ ഒരു വിദ്യാഭ്യാസ ഹോംവർക്ക് നമുക്ക് നടത്തിയിട്ടുണ്ടോ, ഇന്നേ വരെ നടത്തിയിട്ടുണ്ടോ? ഇതാണ് നമുക്ക് ചോദിക്കാനുള്ളത്. ഇല്ല എന്നാണ് സത്യം.
എന്താണ് വിദ്യാഭ്യാസം കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് നാം സ്വാതന്ത്ര്യാനന്തരം ഉത്തരവാദപ്പെട്ട ഒരു ഏജൻസിയും പാർലമെൻറ്റോ അസംബ്ലികളോ പഞ്ചായത്തുകളിൽ പോലും പഞ്ചായത്തിലെ ഒരു കൗൺസിലോ ഇതുവരെ ആലോചിച്ചിട്ടുള്ളതായിട്ടുള്ള രേഖകൾ ഇതുവരെ കണ്ടിട്ടില്ല. എന്താണത് കാരണം? കാരണം ഗാന്ധിജി പറഞ്ഞു തന്നെയാണ്, നമ്മൾ വിദ്യാഭ്യാസം എന്നാൽ പ്രജാവിദ്യാഭ്യാസം മാത്രമേ ഇവിടെ ഉള്ളൂ എന്നും ആ പ്രജാവിദ്യാഭ്യാസം കൊണ്ട് പൗരനെ വാർത്തെടുക്കാം എന്നും മിഥ്യാബോധം നമുക്ക് ഈ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം പകർന്നു തന്നിരിക്കുന്നു. അത് മാറുന്നത് എന്നാണ് എന്നുള്ളതാണ് പ്രശ്നം. നേരെ മറിച്ച് ചൈന അവരുടെ വിദ്യാഭ്യാസം സ്വന്തമായി ആ കാലത്ത്, അതായത് വിപ്ലവാനന്തരം അന്ന് വരെ ഉണ്ടായിരുന്ന ഫ്യൂഡൽ ലോകത്തിലെ ഏറ്റവും പഴയ വിദ്യാപീഠങ്ങളും സർവകലാശാലകളും പിരിച്ചുവിട്ട് രണ്ടാമത് സാംസ്കാരിക വിപ്ലവത്തിന് ശേഷം ഒരു സ്വതന്ത്ര ജനാധിപത്യ പരമാധികാര രാജ്യത്ത് വിപ്ലവത്തിന് ശേഷം രണ്ടാമത് തട്ടിക്കൂട്ടിയതാണ്, സംഘടിപ്പിച്ചതാണ്, സ്വരൂപിച്ചതാണ് ഇന്നത്തെ അവരുടെ വിദ്യാഭ്യാസം. ഇതാണ് യഥാർത്ഥത്തിൽ ചൈനയുടെ സമഗ്ര തലത്തിലുള്ള മുന്നേറ്റങ്ങളുടെയും അടിസ്ഥാന കാരണം ഏകദേശം ഇന്ത്യയെപ്പോലെ തന്നെ മനുഷ്യ മസ്തിഷ്കം വേണ്ടത്ര ഉള്ള ഒരു രാജ്യമാണത്. ആ മനുഷ്യ മസ്തിഷ്കത്തിൻ്റെ വികാസത്തിന് ഉള്ള പരിശ്രമമാണ് വിദ്യാഭ്യാസം കൊണ്ട് ഉദ്ദേശിക്കേണ്ടത്. അത് പൂർണ്ണമായും ആണോ എന്ന് എനിക്കറിയില്ല, ഞാൻ ഇതുവരെ അവിടെ പോയി നോക്കിയിട്ടില്ല. പക്ഷേ അവിടെ എന്തായാലും റീകൺസ്റ്റിറ്റ്യൂട്ട് ചെയ്ത, അതായത് പുനഃസംഘടിക്കപ്പെട്ട, അതായത് വിപ്ലവാനന്തരം അല്ലെങ്കിൽ സ്വാതന്ത്ര്യത്തിന് ശേഷം, സ്വാതന്ത്ര്യ വിപ്ലവത്തിന് ശേഷം പുനഃസംഘടിക്കപ്പെട്ട വിദ്യാഭ്യാസ രീതിയാണ്. നേരെ മറിച്ച് ഇന്ത്യയിൽ വെള്ളക്കാരൻ സംഘടിപ്പിച്ച, വെള്ളക്കാരൻ സ്വരൂപിച്ച വിദ്യാഭ്യാസം, വെള്ളക്കാരൻ എന്ന് പറഞ്ഞാൽ കോളനി യജമാനന്മാർ സ്ഥാപിച്ചെടുത്ത വിദ്യാഭ്യാസം അതേപടി നാം തുടർന്നു എന്നതാണ് ഈ സ്വാതന്ത്ര്യാനന്തരം മൂന്നാം ലോക രാജ്യങ്ങളൊക്കെ ചെയ്ത ഏറ്റവും വലിയ തെറ്റ്. എന്ന് അവർ പഴയ വിദ്യാഭ്യാസം, വെള്ളക്കാരൻ്റെ വിദ്യാഭ്യാസം, കോളനി യജമാനൻ്റെ വിദ്യാഭ്യാസം പൂർണ്ണമായും തച്ചുടച്ച് അധ്യാപകനും വിദ്യാർത്ഥിക്കും പരമാവധി അവരുടെ ഭാവി കാലത്ത് ജീവിക്കുന്ന രീതിയിലുള്ള സ്വാതന്ത്ര്യത്തോടുകൂടി സ്വയം തീരുമാനങ്ങൾ എടുക്കാനുള്ള സ്വാതന്ത്ര്യം പരമാവധി ഉപയോഗപ്പെടുത്തുന്ന ഒരു സാഹചര്യം സ്കൂളുകളിൽ, വിദ്യാലയങ്ങളിൽ ഉണ്ടാക്കി അവർക്കാവശ്യമായത് കൊടുക്കുക,
അവരെ വിദ്യാഭ്യാസം ചെയ്യിക്കുക എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ ചെയ്യേണ്ടത്. അത് അത്ര എളുപ്പമൊന്നുമല്ല. ഇന്ന് കുട്ടികളോട് നിങ്ങളെ ഇഷ്ടത്തിന് പോയിക്കോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുട്ടികൾ ഉടൻ തന്നെ സ്കൂളിൽ നിന്ന് രക്ഷപ്പെടുക. അപ്പോൾ സ്കൂള് കുഞ്ഞിനും അധ്യാപകനും ഏറ്റവും ഇഷ്ടപ്പെട്ട സമയം ചെലവഴിക്കാനുള്ള സാർത്ഥകമായ രീതിയിൽ, ക്രിയാത്മകമായ രീതിയിൽ സമയം ചെലവഴിക്കാനുള്ള ഒരു സങ്കേതമായും സ്ഥലമായും എപ്പോഴും കുഞ്ഞുങ്ങളും അധ്യാപകനും തിരഞ്ഞെടുക്കുന്ന വേദിയാവണം. അപ്പോഴേ യഥാർത്ഥത്തിൽ ഈ കുഞ്ഞിൻ്റെ താല്പര്യം അവിടെ ഉണ്ടാവുള്ളൂ. മാത്രമല്ല, അവിടെ വെച്ച് ഈ കുഞ്ഞിൻ്റെ മാനസികവും ബുദ്ധിപരവും ആയ ആവശ്യങ്ങളൊക്കെ തന്നെ പരമാവധി വികസിക്കാനും അതുവഴി അവൻ്റെ ബുദ്ധിമാനം അല്ലെങ്കിൽ IQ വളർത്താനും വികസിപ്പിക്കാനും കഴിയൂ. അങ്ങനെ വികസിക്കുമ്പോൾ മാത്രമേ നമുക്ക് ലോകത്തിലെ മറ്റ് രാജ്യങ്ങളെക്കാളും കൂടുതൽ ശാസ്ത്ര സാങ്കേതിക വിജ്ഞാന രംഗത്ത് നമുക്ക് മുന്നേറാൻ കഴിയൂ എന്നാണ് എനിക്ക് പറയാനുള്ളത്. അതല്ലാതെ നമ്മളെ പഴയ രീതിയിൽ അധ്യാപകർക്ക് വടി കൊടുത്തതുകൊണ്ടോ എന്തിന് ഇനി അതിലും വലിയ ആയുധങ്ങളുണ്ടല്ലോ, കത്തി, തോക്ക്, പീരങ്കി, ഇതൊക്കെ കൊടുത്തത് കൊണ്ടൊന്നും കുഞ്ഞുങ്ങൾ അവരുടെ ദൗത്യം എന്താ? ലോകത്തിലെ നമ്മൾക്ക് നമ്മുടേതായ പങ്കെങ്കിലും വഹിക്കാൻ കഴിയുക. ഇന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. ഈ പാറ്റന്റ് ആപ്ലിക്കേഷനിൽ നമ്മളെ ഇന്ത്യയുടെ പങ്ക് എത്രയാണ്? ചൈനയുടെ പങ്ക് എത്രയാണ്? എന്തായിരുന്നു ഇന്ത്യയുടെയും ചൈനയുടെയും പങ്ക് ഒരു 40 കൊല്ലം മുമ്പ്? ഇന്ന് ചൈന എവിടെ എത്തി? നമ്മൾ എവിടെ എത്തി? നമ്മൾ തോറ്റു കൊടുക്കാൻ പാടുണ്ടോ? നമ്മൾ അവരെക്കാളും മുന്നിലെത്തേണ്ടതല്ലേ? നമ്മൾ അവരെക്കാളും മുന്നിലായിരുന്നല്ലോ പല കാര്യങ്ങളിലും, പ്രത്യേകിച്ച് ആത്മീയമായ കാര്യങ്ങൾ. 0 ആരുണ്ടാക്കിയത്? അതേപോലെ ആരോഗ്യത്തിൻ്റെ കാര്യത്തിൽ ഏകഭുജേ യോഗി, ദ്വിഭുജേ ഭോഗി, ത്രിഭുജേ രോഗി, ചതുർഭുജേ ഭോഗി. ഈ മുദ്രാവാക്യം എൻ്റെ അഭിപ്രായത്തിൽ ഗണിതശാസ്ത്ര രംഗത്ത് എത്ര കണ്ട് 0 സ്ഥാനം ഉണ്ടായിരുന്നോ അത്ര തന്നെ ആരോഗ്യരംഗത്ത് ഏറ്റവും വലിയ ഒരു മുദ്രാവാക്യമാണ് ഈ പറഞ്ഞത്. നിങ്ങൾ ഏത് രോഗമായിക്കോട്ടെ, പ്രമേഹമായിക്കോട്ടെ, പ്രഷറായിക്കോട്ടെ, ക്യാൻസർ പോലും, ഈ പനി ആയിക്കോട്ടെ, എന്ത് രോഗമായിക്കോട്ടെ, ഏറ്റവും ചുരുങ്ങിയത് അപ്പോഴെങ്കിലും ഈ സമവാക്യം, ഏത് സമവാക്യം? ഏകഭുജേ യോഗി, യോഗ്യനാവാൻ നിങ്ങൾ ഒരു സമയം ഭക്ഷണം കഴിക്കുക. ഈ മുദ്രാവാക്യം നിങ്ങൾ അനുസരിച്ചാൽ ഈ ആശുപത്രികളിൽ 90% നിർത്തിവെക്കാം. അത്രത്തോളം സത്യമാണത് എന്ന് ഉത്തമ ബോധ്യമുള്ള ആളാണ് ഞാൻ. അതുകൊണ്ടാണിത് പറയുന്നതെന്ന് അർത്ഥം. എന്തായാലും
ഈ സമൂഹത്തിലുള്ള പ്രശ്നങ്ങൾക്കൊക്കെ കാരണം വിദ്യാർത്ഥികളും അവരെല്ലാം കൈകാര്യം ചെയ്യാൻ അധ്യാപകരെ ഏൽപ്പിച്ച് രക്ഷപ്പെടുന്ന ഇന്നത്തെ സമൂഹ നേതൃത്വം കുറച്ചും കൂടി ഗൗരവമായിട്ടും ശാസ്ത്രീയമായിട്ടും ഈ സാമൂഹ്യ വിപത്തിനെ കാണണമെന്നും അതുവഴി ഇനിയെങ്കിലും നമ്മുടെ വിദ്യാഭ്യാസം എന്നത് മഹത്തരമായ പാവനമായ പുരോഗമനകാംക്ഷയുള്ള ഒരു സമൂഹത്തിൻ്റെ അതീവ ഗൗരവമുള്ള ഒരു കാര്യമാണെന്നും അതുവഴി മാത്രമേ ഇനി ഈ ലോകത്ത് നമ്മൾ ഇന്ത്യക്കാർ അവരുടെ മുൻപുണ്ടായിരുന്ന പ്രതാപം എങ്കിലും തിരിച്ചു പിടിക്കാനാവൂ എന്നും പൂർണ്ണമായിട്ടും വിശ്വസിക്കാം എന്നാണ് എനിക്ക് പറയാവുന്നത്. എന്തായാലും ഞാൻ ഇത് കേൾക്കുന്ന എല്ലാവരും ഇത് ശരിയാണെന്ന് ഇതിൻ്റെ സത്യത്തിൻ്റെ ഒരു കണിക പോലും ഉണ്ടെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഇത് ദയവ് വിചാരിച്ചിട്ട് നിങ്ങളെ ഭരിക്കുന്ന അല്ലെങ്കിൽ രാഷ്ട്രീയക്കാർക്ക് കൊടുക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ജയ് ഹിന്ദ്, ജയ് ജഗത്, ജയ് ജീവൻ.